അല്ല പറയാ നിങ്ങൾ എന്നോടാ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ പറയായത്ത് മുത്തു നബിയോടല്ല സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ജനവിഭാഗങ്ങൾ വരുമെന്നറിയുന്ന അല്ല, എല്ലാം അറിയുന്നവനാണല്ലോ അല്ല. പറയൂ നബിയെ, ഖുൽ, പറയൂ നബിയെ, എന്ത് പറയണം? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. പറഞ്ഞിട്ടില്ലേ ഖുർആനിൽ? ഇല്ലേ? എന്നെ കേൾക്കുന്ന സാധാരണക്കാരെ ഒന്ന് ചിന്തിച്ചു കേൾക്കൂ, നിങ്ങള് ഒന്ന് ആലോചിക്കൂ, നിങ്ങള് ഒന്ന് ശരിക്ക് ആത്മവിചിന്തനത്തിന് തയ്യാറാകൂ. ഖുൽ, പറയൂ നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. പറഞ്ഞിട്ടില്ലേ? ഇവിടുത്തെ സമസ്തയും സലഫികളും ഒക്കെ നിസ്കാരത്തിന് കൈകെട്ടി നിന്ന്, നെഞ്ചിന് താഴെ, അതൊക്കെ വേറെ വിഷയമാണ്. കൈകെട്ടി നിന്ന് പറയുന്ന പ്രതിജ്ഞയുണ്ട്. ലോകരക്ഷിതാവായ അൽ ആലം എന്ന് പറഞ്ഞാൽ അല്ല ഒഴിച്ച് ബാക്കിയുള്ള എല്ലാമാണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ റബ്ബിനെ സ്തുതിച്ചിട്ട്, അവൻ അർ റഹ്മാനാണെന്ന് പറഞ്ഞിട്ട്, അവൻ അർ റഹീമാണെന്ന് പറഞ്ഞിട്ട്, കാരുണ്യവാനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട്, കരുണയുടെ നിധിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട്, മാലിക് യൗമിദ്ദീൻ, അതേ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട്, ഓരോ മനുഷ്യനെ കൊണ്ടും ഓരോ ദിവസവും 17 തവണ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് നിന്നെ കൈകെട്ടി നിർത്തി 17 റക്അത്തിൽ 5 വക്ത് നമസ്കാരത്തിൽ 17 തവണയായി നിന്നെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. ഏത് സഹായതേട്ടം? ഇവിടുത്തെ ഇസ്തിആനത്ത് ഏത്? ഇവിടുത്തെ ഇസ്തിഗാസ ഏത്? അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാന്ന് പറഞ്ഞതാണോ? ഏതൊരു മനുഷ്യനും മനസ്സിലാവൂലേ? ഞാനൊന്ന് റോഡിൽ വീണ എന്റെ കൈയൊന്ന് പിടിക്കുക എന്ന് പറയുന്നതാണോ? അത് ഏത് മനുഷ്യനോടും നമുക്ക് നടത്താവുന്നതാണ്. എനിക്കൊരു 50 രൂപ കടം കൊണ്ടായി എന്ന് പറയുന്നതാണോ? ആണോ? എന്റെ കുട്ടിയെ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറയുന്നതാണോ? എന്റെ വീട്ടുവളപ്പിൽ കുറെ ദിവസമായി ഒരു ജോലിയുണ്ട്, ഒന്ന് ഹെൽപ്പാക്കണമെന്ന് ഒരു പണിക്കാരനോട്, ജോലിക്കാരനോട് പറയുന്നതാണോ? ആണോ പ്രിയപ്പെട്ടവരെ? ഇത് ഖബറിന്റെ മുന്നിൽ ചെന്ന് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്ന് പറയുന്ന റബ്ബിനോട് മാത്രം നടത്തേണ്ട സഹായതേട്ടം, റബ്ബിന്റെ മുന്നിലേക്ക് മാത്രം നടത്തേണ്ട സഹായതേട്ടം, പ്രാർത്ഥനയാകുന്ന സഹായതേട്ടം ലോകരക്ഷിതാവായ റബ്ബിനോട് മാത്രം നടത്തേണ്ടത് ഖബറിന്റെ മുന്നിൽ ചെന്ന് ഖബറാളിയോട് പച്ചക്ക് പറയുന്നത് കണ്ടിട്ടും ഈ നാട്ടിലെ മുസ്ലിങ്ങളെ നമുക്കൊന്ന് ഉണരാനും ആലോചിക്കാനും സമയമായിട്ടില്ലേ? വാശിയും എല്ലാം മാറ്റി നിർത്തിയിട്ട് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലെങ്കിൽ നഷ്ടം നമുക്കെല്ലാവർക്കുമാണ്. നഷ്ടം ഇത് കേൾക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമാണ്. ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ലാഭം പ്രിയപ്പെട്ടവരെ ഇത് കേട്ടനുസരിക്കുന്ന ഓരോരുത്തർക്കും മാത്രമാണ്. ഇത് സംഘടിപ്പിച്ച സംഘാടകർ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശരീരത്തിന്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിർത്തി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇതിലൂടെ ഒരു ലാഭം കൊയ്യാനല്ല. എന്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തി തിരിച്ചു പോകാനുള്ള ഒരു ഡീസലിന്റെ പൈസയല്ലാതെ ഒരൊറ്റ സ്ഥലത്തു നിന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേയില്ല. ഇതിലൂടെ ഒരു ലാഭം ഞങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ തൊണ്ടമുട്ടുമാറ് നിങ്ങളുടെ മുമ്പിൽ അസുഖത്തെ മാറ്റി നിർത്തി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റു നിന്ന് അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറയുന്നത്, ഈ വഹദാനിയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത്, നാളെ നമ്മളെല്ലാവരും പരലോകത്ത് രക്ഷപ്പെടാനാ. 6 അടി മണ്ണിൽ കുടിസതയുള്ള ഖബറിൽ ചെന്ന് കിടക്കുമ്പോ സമാധാനം കിട്ടാനാ. റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് മനുഷ്യനെയും കല്ലിനെയും കത്തിക്കുന്ന നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ വെറുതെ പറയുന്നതല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് 17 തവണ ഫർളില് മാത്രം നമ്മൾ ചൊല്ലിപ്പറയുന്നത്, പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നത് വെറുതെ പറയുന്നതല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തമായ ആയത്തുകൾ ഓതി തരുമ്പോ ഇതാ ഒരൊറ്റായത്ത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ലഹു ദഅവത്തുൽ ഹഖ്, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അവനുള്ളതാണ്. ആർക്കുള്ളതാണ്? പ്രാർത്ഥന എന്നത് സർവശക്തനായ റബ്ബിന്റെ മുമ്പിൽ വെക്കാനുള്ളതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസതി കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫഹ് വമാ ഹുവ ബിബാലിഗിഹി. എത്ര ക്ലിയർ ആയിട്ട് അല്ലാഹ് പറഞ്ഞിരുന്നത്.
എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ഈ ഗ്രാമത്തിലെ മനുഷ്യരെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പറയാ, നിങ്ങളോട് ഇഷ്ടപ്പെട്ട് പറയാ. ഒരു ഡോക്ടർ ഒരു രോഗിയെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അല്പം വേദനയൊക്കെ ഉണ്ടാവും. സ്ക്രീനിൽ ചില രംഗങ്ങളൊക്കെ കാണിച്ച് പറയുമ്പോൾ ഞങ്ങളെ പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് തോന്നും. ഫസ്റ്റ് കുറ്റപ്പെടുത്താനല്ല. പിന്നെ ആ സർജറി നടക്കുമ്പോൾ വേദന ഉണ്ടാവാറുണ്ട്. ഒരു മരുന്ന് കുടിക്കുമ്പോൾ ചിലപ്പോൾ കയ്പ് അനുഭവിപ്പിക്കാറുണ്ട്, അനുഭവപ്പെടാറുണ്ട്. രോഗം മാറാനാ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ അരുചിയായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടി ഇരുന്നൊന്ന് കേൾക്കുക. ഈ ആയത്തിൽ എന്താ അല്ലാഹ് പറയുന്നത്? യഥാർത്ഥ പ്രാർത്ഥന സർവശക്തനായ അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിന് പുറമെ ഉത്തരം ചെയ്യാത്ത ചില ആളുകളോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഉപമ ഏതുപോലെയാണ്? വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്. വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്. എന്തിനാ വെള്ളത്തിലേക്ക് കൈനീട്ടിയത്? ഈ പ്രദേശത്ത് ഇപ്പൊ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിന്ന് വെള്ളം കോരാൻ കയറില്ല, ബക്കറ്റും ഇല്ല, ഒന്നുമില്ല. മോട്ടോർ അടിക്കാനുള്ള സംവിധാനമില്ല. 10 മീറ്റർ താഴെ വെള്ളമുണ്ട്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ കൈ നീട്ടിയിട്ട് കിണറിന്റെ അടിയിലേക്ക് നോക്കി വെള്ളം എന്ന് പറഞ്ഞാൽ വായിലേക്ക് വെള്ളം എത്താനാണ് കൈ നീട്ടിയത്. അല്ലാഹ് പറയാ വമാ ഹുവ ബിബാലിഗ്ഹി, അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. അല്ലാഹ് പറയണത്, ഞങ്ങളല്ല, നമ്മൾ ഓരോരുത്തർ പറയണതല്ല. അല്ലാഹ് പറയാ. എന്നിട്ട് അല്ലാഹ് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ എന്താ പറഞ്ഞറിയോ? വമാ ഹുവ ബിബാലിഗ്ഹി, അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ, സത്യനിഷേധിയുടെ പിടച്ചുപോയവന്റെ പ്രാർത്ഥന നോക്ക്. സത്യത്തെ നിഷേധിക്കുന്നവരുടെ പ്രാർത്ഥന പിടവിലല്ലാതെ വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. അപ്പൊ ഇവിടെ പ്രാർത്ഥനയല്ലേ ഉദ്ദേശിച്ചത്? അല്ലേ? ഒരു കബറിന്റെ മുന്നിൽ ചെന്ന് മറ്റൊരു കബറിന്റെ മുന്നിൽ ചെന്ന് ഒരു മരത്തിനിടയിൽ ഒരുപാട് മരങ്ങളും കാടൊക്കെ നിൽക്കുന്നതിനിടയിൽ ചെന്നിട്ട് ഒരു പണ്ഡിതനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാള് അവിടെ നിന്നിട്ട് കബറാളിയോട് പറയുന്നു, കൂടെയുള്ള ആളുകൾ അമീൻ പറയുന്നു. അതേപോലത്തെ ഒരു രംഗം കൂടി നിങ്ങൾ കാണേ. എല്ലാം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട CP ഉസ്താദ് ഞങ്ങൾക്ക് ഇവിടെ ദർസ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ദർസ് ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വന്ന് കടന്നുറങ്ങിയവരാണ്. ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളെ നോക്കണേ യാ വലിയല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ യാ വലിയല്ലാ, ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയല്ലാ. ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ റാഹത്താക്കി തന്നെ. ബഹുമാനപ്പെട്ട മഹാനവർകളെ, ബഹുമാനപ്പെട്ടവരെ, ഈ ദിവസത്തിൽ ഞങ്ങളിത് അവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളുടെ വരാനുള്ള വഴികളൊക്കെ തുറന്നു തരണേ യാ വലിയല്ലാ. ഞങ്ങളിവിടെ എത്തിച്ചേരണേ ബഹുമാനപ്പെട്ടവരെ. കയ്യൊയ്യരുതേ യാ സയ്യിദീ, ഞങ്ങളെ നോക്കണേ യാ സയ്യിദീ. മാരകമായ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ ലോകത്തുള്ള സർവരെയും രക്ഷപ്പെടുത്തണേ മഹാനവർകളെ. ബഹുമാനപ്പെട്ടവരെ, മാരകമായ രോഗങ്ങൾ, ചികിത്സ ഫലിക്കാത്ത രോഗങ്ങൾ, കീറി മുറിക്കേണ്ടി വരുന്ന രോഗങ്ങൾ, അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്കൊരാൾക്കും തരരുതേ ബഹുമാനപ്പെട്ടവരെ. മഹാനവറുകളെ കാക്കണേ യാ സയ്യിദി. സുഹൃത്തുക്കളെ, ആ പ്രാർത്ഥന എങ്ങനെ നീണ്ടുപോവാണ്. ഇതിലേതെങ്കിലും ഞാൻ നേരത്തെ കേൾപ്പിച്ചതിലോ ഇതിലോ സമാധാനത്തോടു കൂടി ചോദിക്കുകയാണ്, അള്ളാഹിനോടുള്ളൊരു പ്രാർത്ഥന ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ കാര്യമുണ്ടോ? അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അല്ലാത്തവരോടും പ്രാർത്ഥിച്ചാൽ നമുക്ക് മുസ്ലിം ആവാൻ പറ്റുമോ? നമുക്ക് മുഅ്മിനാവാൻ പറ്റുമോ? നമുക്കൊരു മുവഹിദാവാൻ പറ്റുമോ? ആ പദങ്ങളൊന്നും ഞാൻ ആവർത്തിക്കണില്ല. ഇത് കബറാളിയോടുള്ള പ്രാർത്ഥനയല്ലെങ്കിൽ, ഇത് മരിച്ചുപോയവരോടുള്ള ദുആ അല്ലെങ്കിൽ, ഇത് റബ്ബല്ലാത്ത ആളുകളോടുള്ള ഇസ്തിഗാസയല്ലെങ്കിൽ, ഇത് റബ്ബല്ലാത്ത ആളുകളോടുള്ള ഇസ്തിആനത്തല്ലെങ്കിൽ ലോകത്ത് ഏതാണ് പിന്നെ പ്രാർത്ഥന? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ആരാ പറഞ്ഞ? അല്ലാഹ് പറഞ്ഞത്. പക്ഷെ അല്ലാഹ് പറഞ്ഞപ്പോ ഖുർആനിലോ ഖുദ്സിയായ ഹദീസിലോ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ മുമ്പിൽ കൽപ്പിച്ച ഹദീസിലോ പ്രമാണങ്ങളിൽ എവിടെയും പ്രിയപ്പെട്ടവരെ എന്തില്ല? ലോകരക്ഷിതാവായ അല്ലാഹു തആല നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉടനെ തരാം എന്ന് അല്ലാഹു തആല പോലും പ്രഖ്യാപിക്കുന്നില്ല. ഇല്ല. അത് ഈ കള്ളക്കഥയുണ്ടാക്കുന്ന, കറാമത്തിന്റെ കഥയുണ്ടാക്കുന്ന, അള്ളാഹുവിൽ നിന്ന് അകറ്റി മക്കബറകളിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകളെ പറഞ്ഞു കൊടുക്കുന്നത്. ചോദിച്ചോ എപ്പോ കിട്ടും? അല്ലാഹ് പോലും പറഞ്ഞിട്ടില്ല ഖുർആനില്. ഉണ്ടോ?
നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ആ ദുആ ചെയ്താൽ ഉടനെ ഉത്തരം തരാമെന്ന് അല്ല പറഞ്ഞു. ഉത്തരം തരാമെന്നാണ് അല്ല പറഞ്ഞത്. ചിലപ്പോൾ ഉടനെ കിട്ടും, ചിലപ്പോൾ സമയം വൈകും, ചിലപ്പോൾ ഇവിടെ ഉത്തരം തരാതെ പരലോകത്തിലേക്ക് വേണ്ടി നീട്ടിവെക്കും. അതൊക്കെ ഹൈറാണ്, അത് അല്ലാഹുവിനെ അറിയൂ. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇത്ര ക്ലിയർ ആയിട്ട് അല്ലാഹ് പറഞ്ഞത്. ഈ ആയത്ത് ഓതിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പഠിപ്പിക്കാൻ ഈ ആയത്താണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ മുമ്പിൽ ഓതിക്കൊടുക്കുന്നത്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും മഹന്ത കാണിച്ചാൽ, അഹങ്കാരം കാണിച്ചാൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി അപഹസിക്കപ്പെട്ടവരായി നാളെ നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് അല്ലാഹു തആല സംശയത്തിനിടമില്ലാതെ പ്രഖ്യാപിക്കുകയാണ്. ഇതാ ഖുർആനിൽ കാണുന്നത്. ശിർക്ക് സംഭവിച്ച പുറത്തു വരുമല്ല, അതിനുവേണ്ടി പ്രത്യേകമായ തൗബയില്ലാതെ, പ്രത്യേകമായ പശ്ചാത്താപമില്ലാതെ, അതും അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ ഉദ്ദേശിക്കുന്നവർക്കല്ലാതെ, പ്രിയപ്പെട്ടവരെ, ഈ ശിർക്കെന്ന് പറയുന്ന മഹാപാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയൂ. അതുകൊണ്ടല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പാപമായി ശിർക്കിനെ അള്ളാഹു തആല എണ്ണിയത്.